കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടകൾ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കുപ്രസിദ്ധ ഗുണ്ടകളുണ്ട്. അതിലൊരാളാണ് തമ്മനം ഫൈസൽ. തമ്മനം ഫൈസൽ യഥാർത്ഥ ഗുണ്ട തന്നെയാണോ? അല്ല, നമ്മൾ പഴയ കാലത്തിൽ ഈ എറണാകുളം തമ്മനത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ രണ്ട് കുടുംബക്കാരാണ് താമസിക്കുന്നത്. ഒന്ന് പള്ളന്മാർ, ഒന്ന് മുടോത്തി ഫാമിലി. അപ്പോൾ ഇവർ രണ്ടും പേര് കേട്ട ആൾക്കാരാണ്. അതിൽ ഒരു ഫാമിലിയാണ് മുടോത്തി ഫാമിലിയിലാണ് ഞാനുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫാദർ വളരെ കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ചാണ്. പിന്നീട് പെട്ടെന്ന് പൈസ ഉണ്ടായപ്പോൾ പലർക്കും അസൂയകൾ കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണല്ലോ, വരുമല്ലോ. ഞങ്ങൾക്ക് അന്ന് 98 ഞങ്ങൾക്ക് കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ അന്ന് കോൺഗ്രസ്സുകാരുണ്ടെന്ന് പറയുമ്പോൾ അന്ന് ഇവിടെ ഈ എറണാകുളം സിറ്റിയിൽ കോൺഗ്രസ്സുകാരുള്ളത് ആകെ 4 പേർക്കും കണ്ടുള്ളൂ. മുഖ്യമന്ത്രിക്കൊക്കെ കോൺഗ്രസ്സുകാരുള്ളൂ. അന്ന് നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു ജലസി ഉണ്ടല്ലോ, അതാണ് ഇവിടെ വിഷയങ്ങളിൽ തുടക്കം. അതിൽ അവിടെ ഒരു വിഷയം ഉണ്ടായാൽ എൻ്റെ ഫാദറിനെ വന്ന് തല്ലുകയും വീട് തല്ലിപ്പൊളിക്കുകയും എൻ്റെ കൂട്ടുകാരെ തല്ലുകയും അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പം അങ്ങനെ അതിൽ ഞാൻ അയാളെൻ്റെ അയൽപക്കക്കാരനാണെന്ന് തന്നെ പറയാം. മാണിക്കുട്ടി വക്കീൽ, അഡ്വക്കേറ്റ് മാനുവൽ അയാളായിട്ട് തല്ലുപിടിക്കുകയും അയാളെൻ്റെ ഫാദറിനെ തല്ലുകയും ഞാൻ തിരിച്ച് അയാളെ വെട്ടുകയും ചെയ്തു. പക്ഷെ ആ കേസിൽ പിന്നെ ശിക്ഷിക്കപ്പെട്ടിരുന്നു. ആ കേസ് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് എത്രാമത്തെ വയസ്സ്? 1999 അല്ലേ? 99. അതെ. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? 18 വയസ്സുള്ള. അന്നാണ് ആദ്യമായിട്ട് ഒരു അല്ല ഫാദറിനെ തല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പോഴായാലും ഞാൻ ആക്ഷൻ തന്നെ എടുക്കുള്ളൂ. എൻ്റെ അപ്പനെയും അമ്മേനെയും അല്ലെങ്കിൽ എൻ്റെ നമ്മുടെ ചോരനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ല ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. എന്തേ മറ്റുള്ള ഇനി ആരെങ്കിലും പുറത്തുനിന്ന് വരുമോ? എന്താ പറയണേ? ഓക്കെ, അല്ല അപ്പം അങ്ങനെയാണ് ഈ ഗുണ്ടാ പ്രവർത്തനം തുടങ്ങുന്നത്. അല്ല, അന്ന് അപ്പം തമ്മന ഷാജി ഇടപെട്ടു. തമ്മന ഷാജി നക്സലേറ്റായിട്ട് വന്നിട്ട് എന്നെ വെട്ടി. എൻ്റെ ഇവിടെ ഒരുപാടുണ്ട് വെട്ടുകൊണ്ടേനും വെട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് അങ്ങോട്ടടിച്ചു. തമ്മന ഷാജിയുടെ വീട് വിളിച്ചു. തമ്മന ഷാജി നമ്മളെ വെട്ടാൻ വന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങൾ. അതൊരു 3-4-5 കൊല്ലം നടന്നു. പിന്നെ ഷാജിയായിട്ട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽമെൻ്റായി. അപ്പോൾ അന്ന് ഇവിടെ പോലീസ് ജീപ്പൊക്കെ തമ്മനത്ത് തന്നെ 6 ജീപ്പം കണ്ടും കിടക്കുമായിരുന്നു. ആ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. അതായത് ഈ തമ്മന ഷാജിയുടെ എതിരാളിയായിട്ടാണ് തമ്മന ഫൈസൽ വളർന്നു വരുന്നത്. അതെ, നമ്മൾ അങ്ങനെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ അതിനുശേഷമാണ് ഈ തമ്മന ഫൈസൽ എന്ന് പറഞ്ഞ പേര് വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആലുവയിലോട്ട് പോയി. എൻ്റെ അമ്മയുടെ വീട് ആലുവ. ഞാൻ ആലുവയിൽ ഒരു വീട് ഫാദർ വെച്ചു. അവിടെ സുഖമായിട്ട് താമസിക്കുമ്പോൾ ഈ അവിടെ മുസ്ലിംസിൻ്റെ ഒരു ഏരിയയാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ അങ്ങനെ ഫൈസൽ എന്ന് പറയുമ്പോൾ എവിടുത്തെ ഫൈസലാണ് അല്ലെങ്കിൽ ഏതാണ് എനിക്ക് മനസ്സിലായില്ല എന്ന്. അവിടെ കുറേ ഫൈസലുണ്ട്. അപ്പോൾ തമ്മനത്തുനിന്ന് വന്ന അത് പിന്നീട് എന്തായി തമ്മനം ഫൈസലായി. ശരിക്കുള്ള പേരെങ്ങനെയാണ്? എൻ്റെ ശരിക്കും പേര്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ജോർജ് എന്നാണ് പേര്. ജോർജ് എന്നാണ് പേര്. വീട്ടിൽ നിക് നെയിമാണ് അത്. എന്നെ ഫൈസലെന്നും അനിയനെ ഡെൻസലെന്നും വിളിച്ച് അതങ്ങനെ ആയിപ്പോയി. ഇനി ഇത് മാറ്റാനൊന്നും പറ്റില്ല. അങ്ങനെയാണ് തമ്മൻ ഫൈസലായത്. ആ.